നമ്മളിപ്പോൾ കൊർണിഷിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകാൻ പോണ മ്യൂസിയം ഇതാണ് ദോഹ മ്യൂസിയം. അപ്പോൾ നമ്മളിവിടേക്കാണ് പോകുന്നത്. ഈ മ്യൂസിയത്തിൻ്റെ ഷേപ്പ് നമ്മുടെ ഡെസേർട്ട് റോസ് പോലെയാണ്. നമ്മളെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെസേർട്ട് റോസൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്, അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് നേരെ മ്യൂസിയം കാണാൻ വേണ്ടി പോവാം. ഫ്രണ്ട്സ്, ഇത് നമ്മൾ വിചാരിക്കും ഡൈനോസറിൻ്റെ ആണെന്ന്. ഡൈനോസറിൻ്റെ ഒന്നും അല്ല, ഇതൊരു മാമലിൻ്റെയാണ്. അതായത് കടലിലൊക്കെ നമ്മൾ സീ കൗ എന്നാണ് ഇതിനെ പറയുന്നത്. ഇതൊരു മാമലാണ്, ഹെർബിവോറസ് മാമലാണ്. അപ്പം അതിൻ്റെ ഒരു സ്കെൽട്ടൻ. ഫ്രണ്ട്സ്, ഇപ്പോൾ ഈ കാണുന്ന ഈ ഖത്തറിൻ്റെ ചുറ്റുമുള്ള വെള്ളമൊക്കെ ഇവർ പറയുന്നത് വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷൻ ഓഫ് ഡുഗോങ്, അതായത് ഈ ജീവിയെ പറയുന്നതാണ് ഡുഗോങ്. ഇതിൻ്റെ വീടായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ഖത്തറിന് ചുറ്റും കാണുന്ന വെള്ളം. അതായത് അത്രയും പോപ്പുലേഷൻ ഇവർക്കുണ്ടായിരുന്നു. വേൾഡ് സെക്കൻഡ് ലാർജസ്റ്റ് പോപ്പുലേഷനായിരുന്നു ഇവരത് ഇവിടെ ഉള്ളത്. വലിയൊരു ജീവി തന്നെ ആയിരുന്നു. ഫ്രണ്ട്സ്, ഇത് പണ്ടത്തെ കാലത്ത് ഇവിടുത്തെ ലേഡീസ് ഇപ്പോഴും യൂസ് ചെയ്യും. അവിടുത്തെ മുഖങ്ങൾ, അതായത് ഇവിടുത്തെ ലേഡീസ് മുഖം മറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇത്രയും വലുതൊന്നുമല്ല, അവരുടെ മുഖത്തിന് സൈസായത്. ഇതതിൻ്റെ വലിയൊരു രൂപം അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അവരുടെ മുഖം മറയ്ക്കുന്ന സംഭവമാണ്. രണ്ട് കണ്ണ് ഇങ്ങനെ. ഫ്രണ്ട്സ്, ഇതാണ് ഒരു ഒട്ടകപ്പക്ഷിയുടെ സൈസ് കേട്ടോ. ഇത് അടുത്ത് പോയി നിന്നാണ് പൊക്കം നോക്കേ. ഫ്രണ്ട്സ്, നമ്മൾ ഇത്രേ ഉള്ളൂ. ബെഡ ഒട്ടകപ്പക്ഷി 2 വിരലേ ഉള്ളൂ. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഫ്രണ്ട്സ്, ഒരു ബ്ലൂ വെയിൽ. ഫ്രണ്ട്സ്, ഇതാണ് ഒറിക്സ് എന്ന് പറയുന്ന ആടുകൾ. ഇതാണ് ഖത്തർ എയർവേസിൻ്റെ ആ ഒരു ടെയിൽ ഫിനിലൊക്കെ കൊടുത്തേക്കുന്ന ലോഗോ, അത് ഇതിൻ്റെ ആണ്. ഇതിവിടുത്തെ നാഷണൽ അനിമലല്ലേ? ഇതിവിടുത്തെ നാഷണൽ അനിമലാണ്. പിന്നെ മൂങ്ങയുണ്ട് ഫ്രണ്ട്സ്. മൂങ്ങ തൊടാൻ പറ്റത്തില്ല. റാറ്റിൽ സ്നേക്ക്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ ആടുജീവിതം സിനിമയെ കണ്ട റാറ്റിൽ സ്നേക്ക്. കൂട്ടത്തോടെ വരുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു കടി കണ്ട് അത് നമ്മൾ അപ്പം തീരും. ഓൺ ദ സ്പോട്ട് നമ്മൾ തീരും. ഇതാണ് റാറ്റിൽസ്. ഇവർ നമ്മൾ അത്ര വലിയ അപകടകാരികളല്ല. ഇവർ പെട്ടെന്ന് കടിക്കത്തുമില്ല. നമ്മൾ അവരെ വല്ല ചെയ്താൽ മാത്രമേ അവർ കടിക്കും. നമ്മൾ അടുത്തോട്ട് പോയിരിക്കാൻ വേണ്ടി അവർ വല്ല തുമ്പ് വെച്ച് ഇങ്ങനെ സ്ക്രീരാ സൗണ്ട് ഉണ്ടാക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവരെ സൗണ്ട് ഉണ്ടാക്കുന്നത്, മാറിക്കോളാൻ. പക്ഷേ അഥവാ അവർ കടിച്ച് നമ്മൾ ഓൺ ദ സ്പോട്ട് കാലിയാകും. പിന്നെ ഇവിടത്തേക്ക് വെറൈറ്റി സ്നേക്കുകൾ ചെയ്യാനായിട്ടോ. അത് അങ്ങ് ഫോക്സുകളൊക്കെ ഇരിപ്പുണ്ട്. എൻ്റെ കൊമ്പുകളൊക്കെ തൊടാൻ തോന്നുന്നു. ജീവനുണ്ടായിരുന്നെങ്കിൽ നെപ്പിണ്ണയൊക്കെ എടുത്ത് പിടിച്ചത്. കണ്ടോ ഫോക്സിൻ്റെ കുട്ടിയൊക്കെ ഉണ്ടോ? മുള്ളൻപന്നിയമ്മ കാണാൻ വെയിറ്റ് ചെയ്യും. ഫോക്സിൻ്റെ കുട്ടി നല്ല രസമുണ്ട്. ആട്ടിൻകുട്ടി കാണാൻ നല്ല രസമുണ്ട്. ലൈക്ക് വലിയ കണ്ണല്ലേ. പിന്നെ അതേ മുള്ളൻപന്നി ഇരിക്കുന്നു. നീങ്ങിയടാ. ഇതൊക്കെ നമ്മുടെ ഡെസേർട്ടിലെ ആ ഒരു മണ്ണ് പോലെയാണ് കറക്റ്റ് ചെയ്തേക്കുന്നത്. ഒരു തരം എലിയാണ് ഫ്രണ്ട്സ്. ഇത് ഒരു തരം എലിയാണ്. ഭയങ്കര കാല് നീളമുള്ള ഭയങ്കര ഓട്ടമാണ്. ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യത്തെ ഇവിടെ കാണുന്നത് ഇങ്ങനെ സംഭവത്തിന്. പിന്നെ ഈ കിളി കൊള്ളാം. ഫ്രണ്ട്സ്, ഇതാണ് ഡെസേർട്ട് റോസ്. ഈ ഡെസേർട്ട് റോസിൻ്റെ ഈ ഒരു ആകൃതിയിലാണ് നമ്മൾ ഈ നിൽക്കുന്ന ഈ ബിൽഡിങ് ഉണ്ടാക്കിയേക്കുന്നത്. അതാണ് ഇതിന് പിന്നിലെ രഹസ്യം. പിന്നെ മുതല
ഫ്രണ്ട്സ് ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വായിക്കാനൊക്കെ ഒരു ഇതുണ്ട്. ബ്രെയിൻ ലിപി ഉണ്ട്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു റാറ്റ്. പിന്നെ ഇതൊരു പൂച്ച പുലി വർഗത്തിൽപ്പെട്ട ഒരു ജീവി. പിന്നെ നമ്മുടെ ഔൾ. പിന്നെ ഇത് ഉടുമ്പാണോ? ഇവിടുത്തെ ഉടുമ്പാണ്. പിന്നെ ഇവിടുത്തെ ഞണ്ടുമുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിങ്ങോട്ട് വരുമ്പോൾ ഒരുപാട് ഫിഷുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഈ കണ്ണ് നീണ്ടിരിക്കുന്ന ഈ ഫിഷിനെ പറയാനാണ് ഹാമർ ഹെഡ് ഷാർക്ക്. ഇത് നല്ല രസമുണ്ട്. നമ്മളെ മ്യൂസിയമൊക്കെ ഇങ്ങനെ ആക്കാൻ എന്തായിരുന്നു. ഇത് നല്ല ഫിഷ് ഉണ്ട്, നല്ല ടോട്ടോയ്സ് ഉണ്ട്. ഈ മീൻ നല്ല രസമുണ്ട്. ഒരു ലോബ്സ്റ്റർ പ്ലസ് ക്രാബ് ഇനത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് കേട്ടോ അത്. അതായത് അത് അതിൻ്റെ അകത്ത് കയറി പോവും. നമുക്കൊന്നല്ലോ പോവാ എന്തെങ്കിലും ആണെന്ന് തോന്നും. പിന്നെ സീ ഹോഴ്സ്. ലോബ്സ്റ്റർ ഉണ്ട്, ഷാർക്കുണ്ട്, കുട്ടി ഷാർക്കുണ്ട്. മുകളിലോട്ടൊക്കെ ഒരുപാട് ഫിഷുകളുണ്ട്. തിരച്ചിയുണ്ട്. തിരച്ചിയുടെ വേറെ. ഇത് മറ്റേ മുള്ളുള്ള മീനാണ്, ഭയങ്കര ഡേഞ്ചറാണ്. സ്റ്റാർ ഫിഷ്, ബഡാ ടോയ്സ്, ജെല്ലി ഫിഷ്. കണ്ടോ? ഫ്രണ്ട്സ്, ഈ ജീവിയുടെ സ്കെൽറ്റനാണ് നമ്മൾ നേരത്തെ അവിടെ കണ്ടത്. ഈ ജീവിയുടെ ഓർമ്മയുണ്ടടാ അവിടെ കണ്ടത്? ഈ ജീവിയുടെ അസ്ഥികൂടമാണ്. സെഫാലോ ഫോയിൽ എന്നാണ് അതിൻ്റെ പേര്. ഇത് ഷാർക്ക് ടൈപ്പാണ് കേട്ടോ. 6 മീറ്റർ നീളം അതിന് വയ്ക്കും. ഉണ്ടോ? ഇതാണ് ആ സംഭവം. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു മീനുകൾ കണ്ടത് കവ എന്നാണ് എൻ്റെ പേര്. കുഞ്ഞു കുഞ്ഞു മീനുകൾ. പിന്നെ ഇതിൻ്റെ യഥാർത്ഥ, അതായത് ഗ്രേറ്റ് ഹാമർ ഹെഡ് എന്നും പറയും കേട്ടോ. ഇനി ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് എഴുതിയത്. ടൈഗർ ഷാർക്ക്. പിന്നെ വെയിൽ ഷാർക്കാണ് നമ്മളിപ്പുറത്ത് കണ്ട. ഒന്നും കൂടെ അത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഈ കുഞ്ഞു മീനിൻ്റെ പേരാണ് കവ. ഇത് ഹാമർ ഹെഡ്, ഇത് ഷാർക്ക്, ടൈഗർ ഷാർക്ക്. ഫ്രണ്ട്സ്, അവിടേക്ക് എന്തൊക്കെയോ പോകുന്നുണ്ട്, നമുക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് സ്കോർപ്പിയോ. അതായത് നമ്മുടെ തേള്. അതിൻ്റെ ബ്രൗൺ കളറാണ്. നമ്മളെവിടെയൊക്കെ ബ്ലാക്കാണ് കണ്ടുവരുന്നത്. ഇത് വലിയ വെബ് സ്പൈഡർ. പിന്നെ നമ്മുടെ ചക്കാണി. പിന്നെ അതിൻ്റെ സ്പൈഡറിൻ്റെ പല പല തരങ്ങളുണ്ട്. ഫ്രണ്ട്സേ, ഇത് ജെയിൻ്റ് ആൻഡാണ്. ഇതൊന്നും ഒറിജിനൽ അല്ല, ഇതൊക്കെ ഡമ്മികളാണ് കേട്ടോ. പിന്നെ ഇതേ താഴെ ഓരോ ജീവികളുടെയും ഗ്രോത്ത് ഫേസ് അവരവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ തുമ്പി, പാറ്റ, പല്ലി, പിന്നെ ബട്ടർഫ്ലൈ, ഇത് കണക്ക് പലതും വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഒറിജിനൽ അല്ല, ഇതൊക്കെ ഡമ്മികളാണ്. ചെമ്മീനും ലോബ്സ്റ്ററും വന്നിട്ടുണ്ട്. ഇതാണ് റിയൽ സംഭവം, ലോബ്സ്റ്റർ. എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ലോബ്സ്റ്റർ. പ്രോൺസ് വന്നിട്ടുണ്ട്. ക്രാബ്. ഡിഫറെന്റ് ക്രാബ്. ഈ സാധനം ഞങ്ങൾ അധികം കണ്ടിട്ടില്ല. ഇതിന്റെ കുഞ്ഞ് മറ്റേ കടലിൽ ലോബ്സ്റ്റർ തന്നെയാണ് സാധനം. ഇത് ഒരു പ്രത്യേക തരം ഞണ്ടാണ്. അധികം ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ്. പെബിൾ ക്രാബ് എന്നാണ് ഫ്രണ്ട്സ് എന്നെ പറയുന്നത്. ഫ്രണ്ട്സ്, അവിടെ കണ്ടതെന്ന് റിയൽ അല്ല കേട്ടോ. ആ പാറ്റ റിയൽ അല്ല, ഡമ്മികളാണ്. ഡമ്മി അടുത്ത പൊളി സാധനം. അതായത് കടലിൻ്റെ അടിയിൽ കണ്ടുവരുന്ന ഓരോ പുല്ലുകളൊക്കെയാണ് ഫ്രണ്ട്സ്. ആ മേളിലിരിക്കുന്ന ജീവി നമ്മുടെ തിരച്ചി പ്ലസ് സാധാ മീൻ പോലെ ഉണ്ട്. ഇനി ഇത് കൊള്ളാം, വെറൈറ്റി മീൻ അതാണ്. പിന്നെ ഇതാണ് നമ്മളെ നോർമൽ തിരച്ചിയല്ലേ? അല്ല, ഇതാണ്. ഇല്ല, രണ്ടുമാണ്. ഇതുള്ള സീ ഹോഴ്സ്. പിന്നെ ബ്ലൂ ഫിഷ്, രസമുണ്ട്. ഷാർക്ക്, ജെല്ലി ഫിഷ് ഉണ്ട്. ജെല്ലി ഫിഷ് വെറൈറ്റി. പിന്നെ നമ്മുടെ സ്ക്വിഡാണ്, സ്ക്വിഡ്. പിന്നെ നമ്മളെ കക്കയ്ക്കകത്താണ് നമ്മൾ സാധാ കണ്ടുവരുന്ന ഈ സൈസ് അല്ലേ, ഇതിൽ കൂടെ വലിയ സൈസ് കക്കയാണ്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ കണ്ട സെയിം സാധനങ്ങളാണ്. ഇത് ഞാൻ കടലിൻ്റെ അടിയിൽ
ഫോണിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സാധനം. സ്റ്റാർ ഫിഷ്, ഇത് കടൽ ചേന എന്ന് പറയുന്നത്. കടൽ ചേന. ആ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇതാണ് കടൽ ചേന. മുകളില് ഇതാണ് കടൽ ചേന. ഓക്കെ, ഇതാണ് കടൽ ചേന. പിന്നെ നമ്മളെ മറ്റേ മൈക്രോ ഓർഗാനിസം പോലെയുണ്ട്. പിന്നെ ഉടുമ്പിൻ്റെ വെറൈറ്റി, അതായത് പാമ്പ് തരത്തിൽപ്പെടുന്ന ജീവികളൊക്കെയാണ് കേട്ടോ. അരണ, ഓന്ത് അങ്ങനെയൊക്കെ പെടുന്ന. പിന്നെ കിളികളുടെ മുകളിലുണ്ട്. അയ്യോ, മുകളിൽ ടോട്ടോയ്സും സ്നേക്സും ഉണ്ടായിരുന്നു കേട്ടോ. ടോട്ടോയ്സ്. പിന്നെ ഡോൾഫിൻ, ഒരു വലിയ ഡോൾഫിൻ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇവിടുത്തെ വരയാട്. ഇതവിടെ മങ്കൂസ്ത പോലെ ഇരിക്കുന്നു, പക്ഷെ അതല്ല സംഭവം. ഇതിൻ്റെ പറക്കുന്നു വവ്വാൽ പ്ലസ് എലി. പിന്നെ കിളികൾ. പരുന്ത്. താറാവ്, വെറൈറ്റി 2 തരം താറാവുണ്ട്. അതിൻ്റെ കുഞ്ഞാണ്. പിന്നെ ഓരോ സാധനം. ഞാൻ ക്യാമറയും കൊണ്ട് സീസോ കളിക്കുന്നു. ഫ്രണ്ട്സ്, ഇതൊക്കെ 1900-കളിൽ എടുത്തേക്കുന്ന സാധനങ്ങളാണ്. ഇവിടെ നിന്ന് എടുത്തേക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ കൂടെ ബ്രിട്ടീഷ് കോയിൻസ് എല്ലാം ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വലിയ ചിപ്പിയുടെ വലിയ സാധനമാണിത്. പിന്നെ പല പല പോട്ട്സ്, ആണി, വളകൾ, അങ്ങനെ പല പല സംഭവം. അതിൻ്റെ അടപ്പ് കണ്ടോ, പാത്രങ്ങൾ അടയ്ക്കുന്ന അടപ്പുകൾ എല്ലാം. ഫ്രണ്ട്സ്, ഈ സൈഡിൽ കാണുന്നതാണ് ഡി ഗ്രൂപ്പ് ടൂൾസ്. ഡി ഗ്രൂപ്പ് ടൂൾസ് എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ടൂൾസാണ്. അതായത് ഡിസ്കവർ ചെയ്ത് കുറച്ച് കാലം മാത്രമേ ആവുള്ളൂ. ലാസ്റ്റത്തെ ടൂൾസൊക്കെയാണ് കേട്ടോ ഇത്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ആരോ ഹെഡുകളാണ് കേട്ടോ. ആരോസ് പോലെ ഇരിക്കുന്നത്. അത് മെയിനായിട്ട്, അതായത് ഇങ്ങനെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് കറക്റ്റ് ആ ടാർജറ്റിൽ അവർക്ക് അത് കയറ്റാൻ പറ്റും. അങ്ങനെ യൂസ് ചെയ്യുന്ന സംഭവമാണ്. അതായത് ഇത് 6500 to 3200 BCയിൽ യൂസ് ചെയ്തിരുന്നതാണ്. അടുത്തത് സി ഗ്രൂപ്പ് ടൂൾസാണ്. സി ഗ്രൂപ്പ് ടൂൾസ് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ ഡിഫറൻസ് മനസ്സിലാവും. കുറച്ചുകൂടെ വലുതാണ്, എങ്കിലും അതിൻ്റെ ഷാപ്പുകളൊക്കെ കുറച്ച് തിക്കാണല്ലേ, കുറച്ചുകൂടി തിക്കാണ്. ആരോ ഹെഡ്സും ഓൾസൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഡേറ്റ് പറയുന്നതെന്ന് വെച്ചാൽ 6500 to 3200 BC ഒക്കെയാണ്. സെയിം തന്നെയാണ് പറയുന്നത്. ഇനി അടുത്ത് ഈ കാണുന്ന തിൻ സംഭവമാണ് ബി ഗ്രൂപ്പ് ടൂൾസ്. ഈ കാണുന്ന സ്റ്റോൺസൊക്കെ ഈ കേപ്പൽസ് ബി ഗ്രൂപ്പ് ഇതിൻ്റെ ഭാഗമാണ്. അതായത് ഇതൊക്കെ ബ്ലേഡ് ആരോ ഹെഡൊക്കെയാണ് കേട്ടോ. ആരോ ഹെഡ് കൾച്ചേഴ്സാണ്. ഫ്രണ്ട്സ്, അന്ന് അവർ യൂസ് ചെയ്യുന്ന കോയിൻസ് ആണ് കേട്ടോ ഇത്. ഫ്രണ്ട്സ്, നമുക്കിത് ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്കവേറ്റ് നല്ല ഫോസിൽസ് കണ്ടുപിടിക്കാം. ഇത് നിൻ്റെ ഞാൻ എടുത്ത് കഴിഞ്ഞില്ല. കിട്ടി ഫ്രണ്ട്സ്, എനിക്ക് എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. ഒരു ജഗ്ഗാണ്. ഞാൻ ബ്രഷ് കണ്ടുപിടിച്ച്. പപ്പു എത്തിയില്ല ഫ്രണ്ട്സ്. ഇത് ഓരോ കാലത്താ അവർ യൂസ് ചെയ്ത ടൂൾസാണ് കേട്ടോ. ഇതൊക്കെ ഇത്രയും കാലം പ്രായമുള്ള സംഭവങ്ങളാണ് ഫ്രണ്ട്സ്. ഇത് 8000 തൊട്ട് 6500 BC. കൊള്ളാം സംഭവം കൊള്ളാം. ഇത് 6500 തൊട്ട് 3200 BC വരെ യൂസ് ചെയ്തതാണ് സംഭവം. അതായത് വേട്ടയാടാൻ തുടങ്ങിയ സമയം തൊട്ട് അവർ യൂസ് ചെയ്തിരുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവർ ഈ ആരോ യൂസ് ചെയ്യുമ്പോൾ അവർ കറക്റ്റായിട്ട് ടാർഗറ്റിൽ തന്നെ അവർ കൊള്ളും. ഓക്കെ, അടുത്തത് 3200 തൊട്ട് 1200 BC വരെ യൂസ് ചെയ്തിരുന്ന മഗ്സ്. ആ സമയത്തേക്കാണ് അവർ നെയ്ത് തുടങ്ങിയതും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയത്. അപ്പോൾ ആ സമയത്തൊക്കെ യൂസ് ചെയ്തിരുന്ന കലങ്ങളെയും കുടങ്ങളെയൊക്കെ സംഭവങ്ങളാണ്. ദെൻ 1200 തൊട്ട് 300 BC വരെ യൂസ് ചെയ്തിരുന്നതാണ് ഈ സംഭവങ്ങൾ. അന്ന് ആ സമയത്ത് അവർ പാത്രങ്ങൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി തുടങ്ങിയ ഒരു ടൈമല്ലേ, അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ. 1300 BC തൊട്ട് 622 CE വരെയുള്ളതാണ് കണ്ടോ. അന്ന് അവർ കോയിൻസ് തൂക്ക് സംഭവങ്ങൾ അത് ചെയ്തു തുടങ്ങിയ സമയം കണ്ടോ. അന്ന് യൂസ് ചെയ്തിരുന്ന കമ്പികളൊക്കെയാണ്. അന്ന് അവർ യൂസ് ചെയ്തിരുന്ന കോയിൻസാണ് ഫ്രണ്ട്സ്. വലിയ ജാറാണ്. എനിക്ക് കണ്ടിട്ട് മറ്റേ യേശുവിൻ്റെ സമയത്ത് വൈനൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചാണ് വലിയ സൈസ് ഉണ്ട് കേട്ടോ.
ഫ്രണ്ട്സ്, ഇത് കാണുന്ന ഈ സൈഡിൽ കാണുന്ന വാളാണ്. വാള് വെച്ച് മുറിച്ച് തലയാണ്. യെസ്, വാള് വെച്ച് മുറിച്ച് തലയാണ് കേട്ടോ. ഇവരുടെ തല വാള് വെച്ച് മുറിച്ച്, പിന്നെ മറ്റേത് അമ്പ് ചെയ്ത് തലയിൽ കയറിയതാണ് കേട്ടോ. അതൊക്കെ ഇതൊക്കെ അയൺ ടൂൾസ്. പിന്നെ അവർ ആ കല്ല് ഡിസൈൻ ചെയ്തത് നോക്ക്, ഡിസൈനൊക്കെ പൊളിയായിരുന്നു. ടൂൾസാണ്, അയൺ ടൂൾസ്. വലിയ ജാർ, പ്ലേറ്റുകൾ 1000 തൊട്ട് 1600 CE വരെയുള്ളതാണ്. ആഫ്റ്റർ 1600 CE-യിലുള്ള സാധനങ്ങളാണ്. നെക്സ്റ്റ് സംഭവത്തിലേക്ക് നമുക്ക് കിടക്കാം. ഇതൊക്കെ ചെയ്തിരുന്ന ഓരോ മാപ്പുകൾ വരെ ഉണ്ട്. വൈൻ ബോട്ടിൽ പോലെ. അറേബ്യ, സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ. ഫ്രണ്ട്സ്, എന്ത് ബുക്കുകളാണ് കേട്ടോ ഇത്. ഫ്രണ്ട്സ്, പണ്ടത്തെ ആൾക്കാർ ഇതണക്കാണ് അവർ മറച്ചിരുന്നത്. കണ്ടോ, ഒരു മുഖം പുറത്ത് കാണിക്കാതെ ഇങ്ങനെ മറയ്ക്കുന്നത്. ഇപ്പോഴും മറയ്ക്കും, പക്ഷേ ഇതങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല. ഫ്രണ്ട്സ്, അന്നത്തെ കാലത്ത് കോമ്പസ് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഇതൊക്കെ ഒട്ടകത്തിൻ്റെ പുറത്ത് അവർ വയ്ക്കുന്ന സംഭവങ്ങളാണ്. അവർ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇത് ഒട്ടകത്തിൻ്റെ പുറത്ത് വയ്ക്കും. കണ്ടോ, ഇത് ഇരിക്കാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊക്കെ വെച്ച് അവർക്ക് സാധനങ്ങളൊക്കെ തൂക്കിയിടാൻ വേണ്ടി സൗകര്യമാവും. കണ്ടോ, ഓരോ ബാഗുകളൊക്കെയാണ്. ഇപ്പോൾ നോക്കിയാൽ ഇതിനകത്തെ സംഭവം കാണും, പക്ഷെ ഇത്ര ഇതൊന്നും കാണത്തില്ല. കുറച്ച് ഇങ്ങനെ ഓരോ തുണികൾ പോലത്തെ സംഭവങ്ങൾ അതിൻ്റെ പുറത്തിട്ടേക്കും. ഫ്രണ്ട്സ്, ഇതൊക്കെ നങ്കൂരം, അതായത് കടലിൽ ബോട്ടൊക്കെ നിർത്തി യൂസ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ഞാൻ വിചാരിച്ച് കലപ്പയിടുന്ന്. ഇതിൻ്റെ ഓരോ പടങ്ങളുണ്ട് പണ്ടത്തെയൊക്കെ. കണ്ട ആ സാധനങ്ങൾ യൂസ് ചെയ്യുന്ന നങ്കൂരം, ആ ഒരു. ഫ്രണ്ട്സ്, ഇത് കണ്ടോ, അതായത് ഓരോരോ ജീവികളുടെയും കാൽപാദത്തിൻ്റെ അടയാളമാണ്. അതായത് ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഏത് ജീവികളാണ് പോയിരിക്കുന്നത്. ഇത് ഓന്ത് പോകുമ്പോൾ അതിൻ്റെ കാല് ഇതിളകിയിരിക്കും. ഇനി ആടാണെങ്കിൽ അതിൻ്റെ ഇതേപോലെ ഇരിക്കും. മുയലിൻ്റെത് നമുക്കറിയാലോ, കുറുക്കിൻ്റെ നോക്ക് ഇതേപോലെ ഉണ്ട്. കണ്ടോ, ഒട്ടകം പോയത്. ഇതാരുടെ പോയതാടേ? പാമ്പിൻ്റെ ഇങ്ങനെ ഇളവിളവി ഇരിക്കും കേട്ടോ. ഇത് ഈ കിളി പോയതാണ്. ഫ്രണ്ട്സ്, ഇതൊക്കെ വെള്ളം ശേഖരിക്കുന്ന കണ്ടെയ്നറുകളാണ്. അതായത് ഇതിൻ്റെ അകത്ത് വെള്ളം അവർ ശേഖരിച്ചു. കണ്ട, ഈ സാധനത്തിൻ്റെ അകത്ത് അവർ വെള്ളം കോരി വെച്ചിട്ട് ശേഖരിച്ച് വയ്ക്കും. അപ്പോൾ നമുക്ക് അവർക്ക് യാത്ര ചെയ്യുമ്പോഴത്തേക്കും കുടിക്കാം ഒരുപാട് വെള്ളം. മരുഭൂമിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ഓരോ ചെടികളാണ്. ഫ്രണ്ട്സ്, അതാണ് കണ്ടെയ്നർ സ്റ്റേഡിയം. ഫ്രണ്ട്സ്, അവർ യാത്ര ചെയ്തിരുന്നത് കണ്ടോ, പല പല ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്തിരുന്നതാണ്. ദോഹ മാപ്പ് കണ്ടോ, അവർ യാത്ര ചെയ്തിരുന്നത്. ഒട്ടകത്തിൻ്റെ പുറത്ത് യാത്ര ചെയ്യാൻ നേരത്തൊക്കെ ഇങ്ങനെ വെച്ച് കെട്ടുന്ന സംഭവങ്ങൾ, അലങ്കാരപ്പണികൾ ചെയ്യുന്ന സംഭവങ്ങൾ കണ്ട. ഇതിലൊക്കെ അത് സാധനമൊക്കെ വയ്ക്കും. ഇത് കെട്ടുന്ന വള്ളികളാണ്. നമ്മളിപ്പോൾ നോക്കിയാലും കണ്ടേ, ഇതിൻ്റെ അകത്തൊക്കെ വെച്ച് കെട്ടുക സംഭവം. ഫ്രണ്ട്സ്, ഇത് അതേപോലെ അവർ യൂസ് ചെയ്തിരുന്നത്, അതായത് ട്രഡീഷണൽ ഡിസൈൻസാണ്. അവർ പല പല ഡിസൈൻസിലാണ് ഇത് ചെയ്യുന്നത്, നെയ്യുന്നത്. കണ്ടോ, ഒരുപാട് ഡിസൈൻസ്. ഫ്രണ്ട്സ്, ഇതൊക്കെ ഓരോ സിമ്പിൾസാണ്. അതായത് പണ്ടത്തെ ഇവർ ക്യാമൽസിന്, ഇവരുടെ ക്യാമൽസാണ് നമുക്ക് വല്ല അടയാളം വേണ്ടേ,
അപ്പോൾ അതിന് വേണ്ടി ഇവർ യൂസ് ചെയ്തിരുന്ന സിമ്പിൾസാണ്. അതായത് ഇപ്പം ഒരു ക്യാമലിൻ്റെ പുറത്ത് ഈ ഒരു സിമ്പിൾ കളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ ആരാണോ എന്ന് നമുക്ക് മനസ്സിലായി. ഇപ്പം ഞാൻ എൻ്റെ കുട്ടത്തിന് ഈ ഒരു സിമ്പിൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് എൻ്റെതാണ്. ഓക്കെ, ആർക്കെങ്കിലും മനസ്സിലായി ഇത് എൻ്റെതാണ്. അങ്ങനെ ഇവർ യൂസ് ചെയ്തിരുന്ന സംഭവമാണ്, സിമ്പിൾസാണത്. ഇതേപോലെ ഉണ്ട്. ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സാണ് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി. ഉണ്ട് ഇതെല്ലാം ഫ്രണ്ട്സ്, ഇതൊക്കെ ഫാൽക്കണെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സാണ്. വണ്ടി ഇതിലൊക്കെ അവർ വന്നിരിക്കും, കൈ ഉറ ഇങ്ങനെയൊക്കെ സംഭവം. ഫ്രണ്ട്സ്, പപ്പു നിറയ്ക്കാൻ പോവാണ്. ഒരു ടൈമുണ്ട്, നമ്മൾ ആ ടൈമിനുള്ളിൽ എൻ്റെ അടുത്ത് വെള്ളം നിറയ്ക്കണം. 3, 2 വെള്ളം എടുത്തു. പപ്പ പെട്ടെന്ന് ചെയ്തു തീർന്നു. ഫ്രണ്ട്സ്, സ്വിമ്മിങ് സ്യൂട്ട് നോക്ക്. ഇതായിരുന്നു പണ്ടത്തെ സ്വിമ്മിങ് സ്യൂട്ട്. മീൻ ഫ്രൈ ചെയ്യാണ്, അല്ല ചൂടയാണ്, ഗ്രില്ല് വേണമെങ്കിൽ വരിക. വലിയ ചിപ്പി ഇരിക്കുന്നു. അവർ കപ്പലിൽ എങ്ങനെയായിരുന്നു എന്നൊക്കെ. ഫ്രണ്ട്സ്, ഓരോ ഡിസൈൻസ് ഉണ്ടോ? വീടുകളിൻ്റെ ഓരോ മോഡലുകളാണ് വീട്. ഇൻറ്റീരിയറൊക്കെ ഇങ്ങനെയായിരിക്കും. മുകളിൽ നിന്നുള്ള വ്യൂ, അകത്ത് പാർട്ടീഷൻ വ്യൂ. ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഓരോ പാറ്റേൺസ് ഒക്കെയാണ്. നമ്മൾ കിണറ്റിൻ്റെ ഉറ കൊണ്ടിടുന്ന പോലെ കൊണ്ടിടാൻ നോക്കും. കണ്ടോ, പപ്പു പറയാണ് പപ്പുവിന് വലിയ ദോശ ഇടാ പാത്രം കിട്ടിയിരുന്നെങ്കിൽ. വലിയ പാത്രം. ഇത് അരി ആട്ടുന്ന പോലത്തെ സംഭവം. യെസ്, ഇത് പാല് കൊണ്ടുവരുന്ന കണ്ടെയ്നർ. ഫ്രണ്ട്സ്, നമ്മൾ ചെയ്യാൻ പോവാണ്. മോഹമാണേ, വെക്കട്ടാ? അയ്യോ, എന്നെ എടുക്കാം. ഫ്രണ്ട്സ്, പപ്പുവിന്റെ വയറ് കൊണ്ട് ഇനി അച്ഛനെയാണ്. ഫ്രണ്ട്സ് ഇനി അച്ഛനാണ്. അച്ഛൻ കണ്ണടച്ചോളല്ലേ, കണ്ണി കയറിക്കൊള്ളു. ഫ്രണ്ട്സ്, എൻ്റെ അത് കറക്റ്റ്. എടാ, ഇനി അമ്മയെ അച്ഛൻ്റെ അടുത്ത് അമ്മേരെയും കൂടെ പോ. അമ്മ പോ. കണ്ണടച്ചോ. താണ്ടി വന്നില്ല. ഒന്ന് ഇവിടുത്തെ താണ്ടി വന്നിരിക്കാം. അയ്യോ, അമ്മേനെ കിട്ടി. ഫ്രണ്ട്സ്, ഇവിടെ കണ്ടൊരു ഡോഗാണ്, നമ്മൾ കണ്ടുമുട്ടിയ ഡോഗ്. സാധു ഫാബ്രിക്കാണ് കേട്ടോ അത് യൂസ് ചെയ്തിരിക്കുന്നത്. മരുഭൂമിയിൽ ടെൻറ്റ് കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ, തുണികൾ. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് ഇവിടുത്തെ. മുകളിൽ എനിക്കിത് ഇഷ്ടപ്പെട്ടു. അടുത്തവരുടെ ഓർണമെൻറ്റ്സ്. ഇത് ഇങ്ങടുത്ത് കാണുന്ന മുകളിൽ രണ്ടെണ്ണം മെയിൽസിൻ്റെയാണ്. ഇതും മെയിലിൻ്റെയാണ്. ആദ്യത്തേത് ഇതൊരു വുമണിൻ്റെയാണ്. ഇവിടുത്തെ ചായ ഗ്ലാസ് കപ്പുകൾ. ഫ്രണ്ട്സ്, ഇതാണ് ബറോഡയുടെ പേൾ കാർപ്പറ്റ്. അതായത് കംപ്ലീറ്റ് ഇത് പേൾ വെച്ചാണ്. അതായത്
ചിപ്പി അത് മുത്ത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് പോലെ വെച്ചിട്ടാണ്. പായ്ക്കപ്പൽ വേറെ മോഡൽ. ഇത് വേറെ. ഫ്രണ്ട്സ് ഇത് തേഞ്ഞ് തീർന്നതാണ്. അതാണ് ഓയിൽ എക്സ്ട്രാക്ഷൻ റെസ്യൂംസ്. എന്ന് വെച്ചാൽ ഡ്രില്ല് ചെയ്ത് ആഴത്തിലേക്ക് പോകണം. ഡ്രിൽ ഹെഡ് എന്നാണ് എന്നെ പറയുന്നത്. ഡ്രില്ല് ചെയ്ത് അകത്തേക്ക് പോകും. നമ്മൾ വീഡിയോസിലേക്ക് കണ്ടു നല്ല ഷാർപ്പാണ്. ഇത് തേഞ്ഞു പോയി. ഇത് പല പല പാറയുടെ ഇതാണ് ഡ്രില്ല് ചെയ്ത് എടുക്കുന്ന പുറത്ത് അതിൻ്റെ കൂടെ വരത്തില്ലേ, അതാണ്. ഫ്രണ്ട്സ് പണ്ട് ഫ്യൂൽ എടുക്കാൻ വേണ്ടി ഇപ്പോഴും ഇങ്ങനെയാണ് ഇത് സംഭവമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇത് പണ്ടത്തെ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഫ്യൂൽ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓരോ പൈപ്പിൻ്റെ ഇൻസ്റ്റലേഷൻസ് ആണ് ഇതൊക്കെ. പൊളി. ഓർണമെന്റ്സ് ആണ് അതൊക്കെ. പിന്നെ ഓരോ ഇതൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്. അതായത് പോർച്ചുഗീസ് ഫോഴ്സ് നമ്മളെ ഖത്തറിൻ്റെ കോസ്റ്റിനെ അറ്റാക്ക് ചെയ്തപ്പോൾ ഉള്ള കാര്യമൊക്കെയാണ്. ഓരോ സംഭവങ്ങളാണ് എഴുതി വെച്ചേക്കുന്നത്. വാള്, ഒരു കുന്ന് തോക്കുകൾ ഇരിപ്പുണ്ട്. ഓ മൈ ഗോഡ്, ഇത്രയും തോക്കുകൾ. പിന്നെ ഒരു കുന്ന് വാളുകളും ഉണ്ട്. ഇതൊക്കെ റിയൽ തോക്കുകളാണ്. കണ്ടോ, ഫ്രണ്ടിൽ മുനമ്പുള്ളത് വെച്ച് കുത്തുകയും ചെയ്യാം നമുക്ക്. ഇത്ര നീളമുള്ള തോക്ക്. ഇങ്ങനെ കാണാൻ ഇഷ്ടമാണ്, പക്ഷേ ഹിസ്റ്ററി അല്ലാതെ എനിക്ക് ഇഷ്ടമേ അല്ല വായിക്കുന്നത്. വിക്ടോറിയ ഇന്ത്യയുടെ രാജ്ഞിയായത് ആ ഒരു ടൈമിൽ, അതായത് 1878 ഇത് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ജസീം അൽ ഥാനിക്ക് കൊടുത്തതാണ് കേട്ടോ. ബ്രിട്ടീഷ് പ്രൊട്ടക്ഷന് വേണ്ടി. അതായത് ആഫ്റ്റർ ദ സൈനിങ് ഓഫ് ദി ബ്രിട്ടീഷ് പ്രൊട്ടക്ഷൻ ട്രീറ്റി 1916 കൊടുത്ത സംഭവം. ഇതാണ് ആള്. എവിടെയാണ് കണ്ടിട്ടുള്ളതാണ്, പടത്തിലാണ്ടോ. ഇത് കുഞ്ഞു കത്തി, കുഞ്ഞു തോക്ക്. കാർപ്പറ്റ്, വീൽ ചെയർ. പണ്ടത്തെ വീൽ ചെയർ, നല്ല ഫെസിലിറ്റി. കൊള്ളാം. ഫ്രണ്ട്സ് നമ്മൾ കയറി നടക്കാൻ കേട്ടതില്ല. അതായത് പടം ഉള്ളിലത്താക്കുമ്പോൾ നിൽക്കി എൻ്റെ പപ്പ വഴി താത്തപ്പോൾ അവിടെ നിന്ന് കണ്ടത് ഉണ്ടായ ആ സംഭവം നമ്മൾ കാണിച്ചു തരാണ്. അതിൻ്റെ മാപ്പ് കണ്ടു. നെക്സ്റ്റ് ഓപ്പൺ ഏരിയയിൽ പ്ലെയിൻ. അതാണ് ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ ഈ ലൊക്കേഷൻ ഇത് കോമ്പസ് ഇതാക്കാൻ പോവാണ്. ഒന്നില്ലല്ലേ ഫ്രണ്ട്സ്, ഞാൻ താത്തപ്പോൾ കണ്ടാ പറഞ്ഞ. ഇത് കൊള്ളാൻ സംഭവം. ഫ്രണ്ട്സ്, ഇതൊക്കെ നമ്മുടെ കറൻസിയുടെ എവല്യൂഷനാണ്. ഇതൊക്കെ എന്താ ഇങ്ങനെ പോയി നമ്മുടെ ഇന്ത്യൻ കോയിൻസ്, ഇന്ത്യൻ കറൻസികളൊക്കെ ഉണ്ട്. ഇത് ഇന്ത്യയുടെ ആണ് വെച്ചാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യക്ക് ഇത്ര വലിയ നോട്ടം കൊണ്ടുവരുന്നു എന്നുണ്ട്, അറിഞ്ഞില്ല. എൻ്റെ ഇങ്ങനൊരു നോട്ട് ഇരിപ്പുണ്ട് ഇപ്പം. പിന്നെ ഒരു 5-ൻ്റെ ഇരിപ്പുണ്ട്, 2-ൻ്റെ ഇരിപ്പുണ്ട്. എവല്യൂഷനാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ ഇപ്പോൾ വന്ന് ഇപ്പോഴുള്ളതാണ്. ഉണ്ടോ?
അതിനപ്പുറത്തോട്ടും എന്തൊക്കെയോ ഉണ്ട്. സ്റ്റാമ്പുകളാ ഫ്രണ്ട്സ്, ഇതൊക്കെ സ്റ്റാമ്പുകളാണ് കേട്ടോ. ഫ്ലാഗ് ഇവിടുത്തെ, ഇത് ഗ്ലാസ് സ്ക്രീനിൽ ഓരോ ഫ്രണ്ട്സ്, ഇവിടെയൊക്കെ ഡിവൈസസ് ഓരോ. സിനിമ പ്രൊജക്ടറാണ് ഫ്രണ്ട്സ്. ഇതാണ് സിനിമ. ലെറ്റർ ബോക്സ് ഉണ്ട്. പിന്നെ നമ്മൾ വെയിറ്റ് നോക്കുന്നതാണെന്ന് തോന്നുന്നത്. പിന്നെ ക്ലോക്കിൻ്റെ എവല്യൂഷൻ. ടൈപ്പ് റൈറ്റർ ഉണ്ട്. വാച്ച്, അത് ഹാൻഡ് വാച്ച് അല്ലേ, ഹാൻഡ് വാച്ച് ഉണ്ട്. പിന്നെ ലാമ്പുകൾ, പെട്രോൾ മാക്സ്, ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ. ഫ്രണ്ട്സ്, ഇത് പണ്ടത്തെ സ്വിച്ചുകളാണ്. ഇത് സ്റ്റൗ. ഇതിനെന്തോ പറയും, കൊളാമ്പി. തയ്യൽ മെഷീൻ. അതിൻ്റെ അകത്ത് കൊളാമ്പിലിരുന്ന ഇതാണ്, ഡിസ്കുകളാണ്. ഇതാണ് പണ്ടത്തെ ടി വി. ഇത് റേഡിയോ, ഇത് ടി വി. ഇവിടെ തൊടല്ലേ ഒപ്പു. ഇത് വിമാനത്തിൻ്റെ ലീഫാണെന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ബുള്ളറ്റ്. കാറുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയാണ് അവർ കാറൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഫ്രണ്ട്സ്, ഇത് ഓരോ സിറ്റീസ് ഓരോ ടൈമിൽ വളർന്നതാണ്. കണ്ടോ ഫ്രണ്ട്സ്, ഫസ്റ്റ് ഒരു 1947 ആയപ്പോൾ ആയിട്ടായിരുന്നു, അതായത് നമ്മുടെ ഇൻഡിപെൻഡൻസ് ടൈമിൽ. പിന്നെ ഇതിങ്ങനെ വളർന്നു വന്നു. കണ്ടോ, ഇങ്ങനെ പയ്യെ സിറ്റീസ് കൂടാൻ തുടങ്ങി. അവിടെയാണോ ഫ്രണ്ട്സ്? നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിരിക്കും താമസം. പോലീസ് ഓഫീസേഴ്സിൻ്റെ ഡ്രസ്സാണ് ഫ്രണ്ട്സ്. 2006 ഏഷ്യൻ ഗെയിംസ്, അതിൽ നമ്മൾ വിളക്ക് തെളിയിക്കുന്ന ഒരു സംഭവമില്ലേ, അത് ഇതാണ്. ഈ സെയിം സംഭവമായിട്ടാണ് അവർ വിളക്ക് തെളിയിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായി വെച്ചിരിക്കുകയാണ്. പിന്നെ ഇത് ഫിഫയുടെ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വീടും തുടങ്ങിച്ചൂടേ, ചൂടേ. നമ്മൾ നടന്നു പോണ ഒട്ടകങ്ങൾ. ഒട്ടകത്തിനൊരു കുട്ടിക്ക് തന്നെ നമ്മളത്ര പോക്കൊണ്ടെന്ന് തോന്നുന്നു. ഞാൻ അടുത്തേക്ക് പോവാണ്. പൊള്ളിയാ? ചൂടാ? തൊടുക്കത്തെ ചൂട്. ടാങ്കാ ഫ്രണ്ട്സ്? തൊടാൻ വയ്യ ചൂട്, പക്ഷെ എൻ്റെ അഹം പൊള്ള.
ഫ്രണ്ട്സ്, നമ്മൾ ഇനി പുറത്തേക്ക് പോവാണ്. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി. ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ നിന്ന് പോവാണ്. കൊള്ളാം, സൂപ്പറായിരുന്നു. ഹോസ്റ്റൽസ് എല്ലാം ഇത് പ്രൊജക്ടറൊക്കെ വെച്ച് പൊളിയായിരുന്നു. നമ്മൾ കൊച്ചു കേരളത്തിലെ മ്യൂസിയം ഇതൊക്കെ ആക്കിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു. നമുക്കിനി വണ്ടി കയറാം. അല്ലേ പപ്പു? പപ്പു എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു. പപ്പ ഉയർത്ത് കുളിച്ചു. ഫ്രണ്ട്സ്, നമ്മൾ ഒണിയൻ റിങ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കഴിക്കാൻ വാ. ചൂട് ഫ്രണ്ട്സ് പറ്റൂല. ചൂടാ. പപ്പു പൊളക് തുണിയില്ല. തുണിയില്ലേ? ഇങ്ങനെയുണ്ട് ബ്രോ. ഒണിയനില്ലെന്നാണ്. ഒണിയനുണ്ട് ഫ്രണ്ട്സ്, ചെറുതായിട്ട്. എങ്ങനെയുണ്ട് പപ്പു? സൂപ്പർ സാധനം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ, അതായത് ഈ ഒരു മ്യൂസിയത്തെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.